യുവജനങ്ങളുടെ ദൈവാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ജെ-വൈബ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 90 കിഡ്സിനെ തന്തവൈബ് എന്ന് വിളിക്കുന്ന 2K കിഡ്സിനെ കുറിച്ച് ഇന്ന് സമൂഹം പറയുന്നത് ഇവർക്ക് സുബോധമില്ല എന്നാണ്. കുറച്ച് കാലങ്ങളായി നമ്മൾ കേൾക്കുന്ന വിവരങ്ങളാണ് ഇവരെക്കുറിച്ചുള്ളത്. ലഹരിക്കടിമയായും അതുപോലെ തന്നെ പല ആക്രമണങ്ങൾക്ക് കാരണമായി മാറുന്ന ക്യാമ്പസിനകത്തും പുറത്തുമുള്ള ഒരുപാട് യുവജനങ്ങൾ. എന്നാൽ ഇവരിൽ നിന്ന് വേർപെട്ട് കുറച്ചു പേര് ദൈവസ്നേഹത്തോടും സഹോദരി സ്നേഹത്തോടും കൂടെ മുന്നേറുകയാണ് വിജയങ്ങളിലേക്ക്. ഇപ്പോൾ അവരുടെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് ജെ-വൈബ്സിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് ചോദ്യങ്ങളായിട്ട് ജെ-വൈബ്സിൽ നിങ്ങളും എന്നോടൊപ്പം ചേരുകയാണ്. അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് അന്ന ക്ലേലി ജെയ്സൺ, വീട് വെള്ളാഞ്ചിറ. ഇപ്പോൾ ക്രൈസ്റ്റ് കോളേജിൽ MSW ഫസ്റ്റ് ഇയർ പഠിക്കും. എൻ്റെ പേര് ക്രിസ്റ്റി, ഞാൻ BA ഫംഗ്ഷൻ ഇംഗ്ലീഷ് സെക്കൻഡ് ഇയർ പഠിക്കുന്നു. എൻ്റെ പേര് എബിൻ, ഞാൻ അന്നമനയുടെ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ക്രൈസ്റ്റ് കോളേജിലെ ഫൈനൽ ഇയർ BBA സ്റ്റുഡൻ്റാണ്. എൻ്റെ പേര് സക്രിയ, ചാലക്കുടിയാണ്, മുരുങ്ങര ഇടവകയാണ്. ഞാനിപ്പോൾ പോളിടെക്നിക് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യാണ്. എല്ലാവരും നല്ല സന്തോഷത്തിലൊക്കെയാണല്ലോ അല്ലേ? ഇപ്പം നമ്മൾ ജെ-വൈബ്സിൽ സാധാരണ നമ്മൾ ഒരാളുടെ ദൈവാനുഭവമാണ് സാധാരണ നമ്മൾ പങ്കുവയ്ക്കാറ്. എന്നാൽ ഇപ്പോൾ ഞാൻ നിങ്ങളെ 4 പേരെയും വിളിച്ചു കൂട്ടിയതിന് ഒരു ലക്ഷ്യമുണ്ട്. കുറച്ച് നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്നതാണ് യുവജനങ്ങൾ ക്യാമ്പസിനകത്തായാലും പുറത്തായാലും കുറേ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഡ്രഗ്സ് അങ്ങനെ കുറേ ഇതിനും അടിമപ്പെടുന്നു. അപ്പം നിങ്ങളുടെ ഒരു അനുഭവത്തിൽ നിങ്ങൾ പല ഏരിയയിൽ നിന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മളെല്ലാവരും തന്നെ ഒരു ക്യാമ്പസിൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത് യുവജനങ്ങളുടെ ഇടയിൽ ഇതെങ്ങനെ വന്നു പെടുന്നു, ഒരു സാമൂഹ്യ ഉന്നമന പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാനായിട്ട് ആണ് ഒരു സ്റ്റഡി നടത്തുന്നത് അല്ലേ? MSW എന്ന് പറയുന്ന സ്റ്റഡി. അപ്പോൾ ആ ഒരു വീക്ഷണത്തിൽ ഇതിനൊക്കെ കാരണം എന്താകാനാണ് സാധ്യത? അല്ല, ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറയുമ്പോൾ ആർക്കും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. എല്ലാവർക്കും ഞങ്ങൾ പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ അതിന് തന്നെ നമ്മളിപ്പോൾ ഒരു ഉപദേശം കൊടുക്കുകയാണെങ്കിൽ ഞാൻ പറയും, ഇങ്ങനെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കണം, പറയില്ലേ ഞാൻ ചെയ്യുന്നതാണ് ശരി എന്നുള്ള രീതിയിലാണ് കൂടുതൽ. അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം കാണുന്നത്. ഒരു ഫങ്ഷൻ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് അല്ലേ? അപ്പോൾ കുറച്ചും കൂടി ആഴപ്പെട്ട രീതിയിൽ കമ്മ്യൂണിക്കേഷൻ്റെ ലെവലിൽ നോക്കുമ്പോൾ എങ്ങനെയാണ് ഇവരിലേക്ക് യുവജനങ്ങളിലേക്ക്, നിങ്ങളുടെ ജനറേഷനിലെ യുവജനങ്ങളുടെ ഇടയിലേക്ക് ഇത്രമായിട്ട് അടിമത്വത്തിലേക്കൊക്കെ അവർ മാറുന്നതിന് കാരണമായിട്ട് എന്താണ് തോന്നുന്നത്? എനിക്ക് തോന്നുന്നു ഇപ്പോൾ പറഞ്ഞില്ല, അന്വേഷിച്ച് പറഞ്ഞ പോലെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പിള്ളേർക്ക്. ലൈക്ക് അവർക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അത് ആരോട് എപ്പോൾ എങ്ങനെ പറയും. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അങ്ങനെ ചിന്തിക്കുമോ, ശരിയാവില്ല, അങ്ങനെയൊക്കെ ആലോചിക്കുന്ന ഒരു കൂട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ അതൊരു മെയിൻ പ്രശ്നം. അവർക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ്, ആരോട് എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് തിരിച്ചറിയാൻ, അല്ലെങ്കിൽ അത് അവർക്ക് പറ്റുന്നില്ല. ഒരു സാഹചര്യം അത് മെയിൻലി എന്തായിരിക്കാം? അതിന് നിങ്ങൾക്ക് തോന്നുന്നത് എന്തായിരിക്കാം അതിനൊരു റീസൺ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ പക്ഷെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇതേ ജനറേഷനിൽ തന്നെ ഒരുപാട് പേര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ഓരോരോ ക്യാമ്പസിൻ്റെ ബന്ധത്തിൽ പെടുന്നവരാണ് അല്ലേ? അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അത് നല്ലൊരു അനുയോജ്യമായ ചോദ്യമാണ്. ഞാൻ വിദ്യാർത്ഥി അല്ലെങ്കിലും നമുക്കറിയാം ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മീഡിയ സയൻസിൽ BA ഫിലിം ആൻഡ് ടെലിവിഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോലി നോക്കുന്നതാണ്. അതുപോലെ തന്നെ MSW ആയിട്ട് കണക്ഷൻ എനിക്ക് വരുന്നത് കേരള കൗൺസിലേഴ്സ് ട്രേഡ് യൂണിയൻ നടത്തുന്ന ഫ്രീ ടെലി കൗൺസിലിങ്ങിൽ തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടി വിദ്യാർത്ഥികളുടെ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു കൗൺസിലറും കൂടെയാണ് ഞാൻ. അപ്പം ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് കൂടുതൽ ബന്ധമുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇന്ന് ഈ ഒരു ടോപ്പിക്ക് കൊണ്ടുവരുന്നത്. ഇതിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുക? ഒരു ജാതി മത ഭേദമന്യേ എല്ലാ യുവാക്കളെയും യുവതികളെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ലഹരി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ കുറേ നാളായിട്ട് അവർ അക്രമാസക്തരായി മാറിക്കൊണ്ടിരിക്കുന്നു. അതെ, നിങ്ങളുടെ 2K കിഡ്സ് എല്ലാം സുബോധമില്ലാത്ത ഒരവസ്ഥയിലാണ് അവർ പ്രതികരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു ജെ-വൈബ്സിലൂടെ എങ്ങനെ അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാം എന്നതിനെക്കുറിച്ച് നിങ്ങൾ തന്നെ സംസാരിക്കുന്നു. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ സാമൂഹ്യ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കാൻ വേണ്ടി MSW പഠിക്കുന്ന അന്ന ക്ലേലിയ പറയൂ, ഇതിന് മെയിൻ റീസൺ എന്താണ്?
കാരണം യുവതികളും യുവാക്കളും ഇതിനു മുമ്പും ഉണ്ടായിരുന്നു. ഇപ്പം എന്തുകൊണ്ട് 2K കിഡ്സ് ഇങ്ങനെയായി മാറുന്നു? അതിനൊരു ഉത്തരം ആ ഒരു വ്യൂയിൽ കൂടെ പറയാൻ കഴിയും. ഓക്കെ, ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എനിക്ക് തോന്നിയത് അവർക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ ഇഷ്ടമല്ല. എന്നുവെച്ചാൽ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർ പറയണേ എടാ ഇങ്ങനെയാണ് കാര്യം എന്ന് പറഞ്ഞാലും അവർ പറയും ഇല്ലില്ല ഞാനാണ് മെയിൻ, എനിക്ക് എൻ്റെ ഇഷ്ടത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ഒരു ഉപദേശം കൊടുത്താലും അവർക്ക് പറ്റില്ല, എൻ്റെ ഇഷ്ടം. ഉപദേശങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജനറേഷന് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ലല്ലോ. അതെ അതെ. അപ്പോൾ ഒരു കൂടുതൽ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഫങ്ഷണൽ ഇംഗ്ലീഷ് നടക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് 2K കിഡ്സിന് ഈ ഒരു ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഇങ്ങോട്ട് സംസാരിക്കുന്ന സംഭവമാണ് കമ്മ്യൂണിക്കേഷൻ. ആ സംഭവം ഇപ്പോൾ കുറവാണ്. ഇപ്പോൾ കൊറോണയൊക്കെ വന്നപ്പോൾ എല്ലാവരും ലൈക്ക് ഫോണിൽ അഡിക്ഷനായി. അപ്പോൾ അവർക്കൊന്നും എന്താ പറയുക, ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് സംസാരിക്കാൻ ആരില്ലെങ്കിൽ ചാറ്റ് GPT ചോദിക്കും, ചാറ്റ് GPT ഹൗ ആർ യു, അങ്ങനെയുള്ള ആ ഒരു ലെവലിലേക്കാണ് ഇപ്പോൾ. മനുഷ്യനുമായിട്ടല്ല, ഇല്ല, ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു, മാൻ ടു മാൻ ഇല്ല. ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവരായിരിക്കും ഇപ്പോൾ ഒന്നെങ്കിൽ സ്വയം സോൾവ് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് പറഞ്ഞിട്ട് ഒറ്റ മൈൻഡ്, അത്രേ ഉള്ളൂ. പക്ഷേ അപ്പോൾ അവർക്ക് സംസാരിക്കാൻ തോന്നില്ല ആരോടും. ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പോൾ ചേച്ചിയോട് പറയാം. അപ്പോൾ പണ്ടെന്ന് വെച്ചാൽ നമ്മൾ ചേച്ചിയോട് പറഞ്ഞാൽ ചേച്ചി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരും, ഒരു സൊല്യൂഷനൊക്കെ തരുമായിരിക്കും. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ചേച്ചി എന്താ വിചാരിക്കും, ചേച്ചി ശരിയാവില്ല, അപ്പോൾ എൻ്റെ ആ ഒരു ഇമേജ് പോവും. അങ്ങനെ ആ ഒരു ലെവലിലേക്ക് മാറി തുടങ്ങി. അപ്പോൾ അത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അവർക്ക് സ്വയം മനസ്സിലാക്കി തുടങ്ങിയാൽ തന്നെ കുറച്ച് പ്രശ്നങ്ങൾ മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇത് അതിജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അതിന് ബേസായിട്ട് വരുന്ന ഒരു റിലേഷൻഷിപ്പാണ് അല്ലേ? ഇപ്പോൾ ക്യാമ്പസിലെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഇമോഷണൽ ലെവലിൽ അല്ലേ, ഇമോഷണൽ ലെവലിൽ വളരെ വീക്കും, അതുപോലെ തന്നെ കൂടുതൽ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഗേൾസിൻ്റെ ഭാഗത്ത് യുവതികൾ കൂടുതൽ ഇമോഷണലായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിത്വങ്ങളാണ് അവർ. അപ്പോൾ റിലേഷൻഷിപ്പ്, ഇന്നത്തെ യുവജനങ്ങളുടെ റിലേഷൻഷിപ്പുമായി ഇതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ നമ്മുടെ കോളേജിലൊരു പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ ഉത്തരവാദിത്തമൊക്കെ തരും, എല്ലാവർക്കും ഓരോ കമ്മിറ്റിയിലൊക്കെ നമുക്ക് കൊടുക്കും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ അറിയണ്ടാവില്ല ഇപ്പോൾ എന്താ ചെയ്യണമെന്ന്. പെട്ടെന്ന് നീ ഫുഡ് കമ്മിറ്റി ഇട്ടാ, അപ്പോൾ നീ ഭക്ഷണം നോക്കണം, സാധനങ്ങളൊക്കെ വാങ്ങണം എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ പറയും ഫുഡ് കഴിക്കാൻ മാത്രമേ എനിക്ക് അറിയുള്ളൂ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് സംസാരിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അവിടെ. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു തന്നെ, നമുക്ക് സംസാരിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയും. അപ്പോൾ ഫ്രണ്ട് വഴി നമുക്ക് ആരെങ്കിലും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അവിടെ നമുക്ക് അത്രയും അടുപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ഫ്രണ്ടിനോട് സംസാരിക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇതൊരു ചെറിയ എക്സാമ്പിളാണ്. ഇതുപോലെ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ ക്യാമ്പസിൽ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ അതാണ് എനിക്ക് കുറച്ച് നാളുകളായിട്ട് എനിക്ക് വരുന്ന കൗൺസിലിങ്ങിൽ ബ്രേക്കപ്പ് കേസുകളാണ്. ക്യാമ്പസ് പ്രണയങ്ങൾ നിന്നുപോയി, പ്രണയമല്ല, അതിനിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ സിറ്റുവേഷൻഷിപ്പായല്ലോ, സിറ്റുവേഷനല്ലോ എന്തെങ്കിലുമൊക്കെ കിട്ടാനുണ്ട് ഈച്ച പോലെ അവരെ പൊതിയ, പിന്നീട് ഒരു പിന്നെ തിരിച്ചു അതെ, അവരെ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരവരുടെ പണിക്ക് പോകും. അതോടെ അതിലൊരു സ്നേഹം എന്നൊരു ബന്ധം അവിടെയല്ല ഉള്ളത്. അതൊക്കെ അവരുടെയൊക്കെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലെവലിലേക്ക് മാറി. ഇതൊക്കെ ഒരുമാതിരി ഒരു ഡിപ്രഷൻ ലെവലിലേക്ക്, ഇമോഷണലി വീക്കായിരിക്കുന്നവരെ ഡിപ്രഷൻ ലെവലിലേക്ക് മാറ്റുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ഇല്ലാതെ വരുന്ന അവസ്ഥകൾ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഗുഡ് റിലേഷൻ അല്ല എന്ന് തോന്നുന്നതൊക്കെ ആ വ്യക്തികളെ ഡിപ്രഷനിലേക്ക് ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോഴത്തെ എന്ന് പറയുന്നത് എല്ലാവരും ഒറ്റപ്പെട്ട് നിൽക്കുന്നു. അതെ, ഒറ്റപ്പെട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ സ്നേഹിക്കാൻ കിട്ടുമ്പോൾ പെട്ടെന്ന് ചാടി കയറി ചേർത്ത് വെക്കുക. ഇപ്പോൾ ഈ ചാറ്റ് ജിപിടിയുടെ കാര്യം പറഞ്ഞ പോലെ ആരും ഇല്ലെങ്കിൽ ചാറ്റ് ജിപിടി ഉണ്ട്. അതുപോലെ എന്തെങ്കിലും എപ്പോഴും സൈഡിൽ ഒരാൾ വേണം. സ്വന്തം കാലിൽ നിൽക്കാൻ ഇന്നത്തെ തലമുറയ്ക്ക് അറിയാത്ത ഒരു അവസ്ഥ. ഇനി അടുത്ത ചോദ്യം നിങ്ങളോടാണ്. അതായത് യുവതികളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ജസ്റ്റ് അവർ പറഞ്ഞു പോയത്. യുവാക്കളുടെ ഇടയിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് ഡ്രഗ്സും സാധനങ്ങളൊക്കെ നമ്മുടെ ക്യാമ്പസിലേക്ക് കയറുന്നത്? അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ പല റീസൺസ് വരുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് ഒക്കെ 100% കറക്റ്റ് ആവണമെന്നില്ല. എന്നാൽ ഞാൻ കണ്ടേക്കണത് ഇപ്പോൾ ഒരാൾക്കൊരു ഗോളില്ല, പേഴ്സണലായിട്ടൊരു ഗോളില്ല. ഇപ്പോൾ സിസ്റ്ററിന് ഒരു ഗോളില്ല, പേഴ്സണലായിട്ട് ഇന്ന സ്ഥലത്ത് ഒരു എത്തിച്ചേരണം എന്നുള്ളൊരു ഗോളില്ലെങ്കിൽ സിസ്റ്ററിൻ്റെ ഇഷ്ടത്തിലല്ലേ ജീവിക്കുള്ളൂ. ഇപ്പോൾ അവർ പറയണ കൂട്ടുകാർ വിളിക്കണം അവിടേക്ക് പോകാം, അവിടെ പോയി ചില്ലടിക്കാം, ഇല്ല ചിന്തിക്കില്ല. നമുക്ക് ഭാവിനെ കുറിച്ച് ചിന്തയില്ല. ഇപ്പം അടിച്ചു വിളിക്കുക, കിട്ടണ പൈസ
ആ മൈൻഡിൽ പോണവർ കുറച്ച് പിള്ളേരുണ്ട്. അതൊരു കാര്യം. പിന്നെ വീട്ടിൽ പ്രശ്നങ്ങളുകൊണ്ട് എങ്ങനെയും വീട്ടിലിരിക്കേണ്ട, എനിക്ക് എങ്ങനെയും ഇവിടുന്ന് പോയത് കൂട്ടുകാരന്മാരെ വിളിക്കണം, എന്നാൽ അങ്ങനെ പോവാം. എല്ലാ കൂട്ടുകാരന്മാരും മോശം നല്ല ഇതിൽ കൂടെ പറയണം. പക്ഷേ ഞാൻ ഒരു ബേസ് പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ അതൊരു കാരണമാണ്. പിന്നെ ഒരാളുടെ കാരണം ഇപ്പോൾ ക്യാമ്പസിലൊന്ന് ഷോ അടിക്കണം. ഇപ്പം അതാണൊരു മെയിനാവാം. അതിപ്പോൾ ഞാനായാലും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഡ്രസ്സിൻ്റെ കാര്യത്തിൽ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മൾ പോകില്ലേ. പക്ഷെ അതല്ലാണ്ട് ഇപ്പോൾ ഒരു തഗ്ഗാവണം മാസമാവണം എന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളമടിക്കുക അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ പോണവരുണ്ട്. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് കണ്ടുവരുന്ന റീസൺസ്. എന്നാൽ ഇതെല്ലാം 100% കറക്റ്റാണെന്നില്ല. എന്നാൽ ഞാൻ കണ്ടാക്കുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ ഗോളില്ലാത്തത്, ഒരു പേഴ്സണലായിട്ട് ഗോളില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളോടൊക്കെ ഡ്രഗ്സ്. പിന്നെ പൈസയ്ക്ക് വേണ്ടി ഇപ്പോൾ ഡ്രഗ് യൂസ് ചെയ്യണവർ മാത്രമല്ല, ഡ്രഗ്സ് സെല്ലേഴ്സ് ആർ ദേർ. അപ്പോൾ അവർ പൈസയ്ക്ക് വേണ്ടിയിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് അവരങ്ങനെ ബിസിനസ് ചെയ്യണവരുണ്ട്. അപ്പോൾ അതൊക്കെയാണ്. അതിനൊന്നും ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല, അതൊക്കെ ഡേർട്ടി ആയിട്ടുള്ള. അതിന് ബിസിനസ് എന്ന് പറയാമല്ലേ. ഞാൻ BBA പഠിച്ചത്. അപ്പോൾ ബിസിനസ് ഞാൻ അത്ര ടോപ്പായിട്ട് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ബിസിനസ്സിനൊന്നും എനിക്ക് പറയുന്നത് ഇങ്ങനെ താല്പര്യമില്ല. ഒരു തൊഴിൽ മേഖലയിലാണ് സക്കറിയ. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ചിലരൊക്കെ പറയും ഭയങ്കരമായിട്ട് ടെൻഷനായിട്ട് ഓവർലോഡ് വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറയും. ആ ഒരു ലെവലിൽ നോക്കി കാണുന്നുണ്ടോ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിനൊക്കെ? ഇപ്പോൾ ഒരു ആണിൻ്റെ ഒരു ജീവിതത്തിൽ ഒരു 10-20 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി കൂടും ലൈഫിൽ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവൻ പറഞ്ഞ പോലെ ഗോളില്ലാത്തൊരവസ്ഥയിൽ വരുമ്പോൾ ഇനി എന്താ ചെയ്യണ്ടേ എന്നുള്ളൊരു അവസ്ഥയിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഡ്രഗ്സിനോടുള്ള ഒരു എൻജോയ് ചെയ്യാൻ കിട്ടുന്ന ഇത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിലും നമുക്ക് അതുപോലത്തുള്ള ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കിട്ടും. അപ്പോൾ നോക്കുമ്പോൾ അതേ സെയിം സിറ്റുവേഷനിലായിരിക്കും. അപ്പോൾ ഇപ്പോൾ ആദ്യം ഒരു ചായ ബന്ധത്തിൽ തുടങ്ങായിരിക്കാം, പിന്നെ നമുക്കൊരു പഫ് എടുക്കാം എന്നങ്ങനെയൊക്കെ പറഞ്ഞ് വരുന്ന ഒരു ടൈപ്സ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. അപ്പോൾ അത് നമുക്കൊരു അപ്പോൾ ഒരു ശരി ഇപ്പോൾ കുറച്ച് കാലത്തേക്ക് ഇങ്ങനെ പോട്ടെ എന്നുള്ളത്. അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ എല്ലാവരും ചോദിക്കണ ഒരു ജോലി ആയില്ലേ, പഠിത്തമൊക്കെ കഴിഞ്ഞില്ലേ, അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, ഇങ്ങനെ നടന്നാൽ മതിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒത്തിരി ഡ്രീംസ് ഉള്ളിൽ വേറെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ബട്ട് അത് നമുക്ക് ചിലപ്പോൾ അത് കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് അറിയില്ല. അപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ മൊബൈലിലാണെങ്കിലും നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുക, ചിലപ്പോൾ നമ്മൾ ഒരു ലോൺലിനെസ്സൊക്കെ അനുഭവിക്കുന്ന ഒരു സമയം വരും. അങ്ങനെ വരുമ്പോൾ ഡ്രഗ്സിനോട് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഫോക്കസ് കിട്ടും, അങ്ങനത്തെ ഫ്രണ്ട്സൊക്കെ വരും. സോ അതാണ് ഇപ്പോഴത്തെ ഒരു രീതിയിലുള്ളവർ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഡ്രഗ്സിൻ്റെ ഒരു രീതിയിൽ പോകുമ്പോൾ അതങ്ങനെ. അപ്പോൾ അങ്ങനെ അവർ ചിന്തിക്കുമ്പോൾ ദിസ് ഇസ് റൈറ്റ്, ഈ ഒരു സംഭവമാണ് റൈറ്റ് ആയിട്ടുള്ളൊരു ഇത് എന്നുള്ളത് തോന്നുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ പറയുന്നത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേര് വേണം. അതുപോലെ തന്നെ ഞാൻ എന്തായിരിക്കുന്നു അത് ഞാൻ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങണം. അതിനെ അക്സെപ്റ്റ് ചെയ്യുക, എനിക്കൊരു ഗോൾ ഉണ്ടായിരിക്കുക, ഇതൊക്കെ ഇല്ലാത്ത വരുമ്പോഴാണ് ഉണ്ടാകുന്നത്. നിങ്ങളെ ഇപ്പം സമൂഹം ഒരുമിച്ച് പറയുകയാണ്, ഇന്നത്തെ തലമുറ മൊത്തം ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളാണ്? ഞങ്ങൾ ഡിഫറെന്റ്, അതെ ഞങ്ങൾ നല്ല പാതയിലാണ് ജീവിച്ചു പോകുന്നത്. ഓക്കെ, അപ്പോൾ ദൈവം അനുഗ്രഹിച്ച് നിങ്ങൾക്ക് ജീവിച്ചു പോകാൻ കഴിയാനായിട്ട് ഒരു പ്രത്യേക സാഹചര്യം, ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യം ഉണ്ടായിരിക്കണം. ഇതേ 2K കിഡ്സ് ആണ് നിങ്ങൾ. പക്ഷേ എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ഇവിടെ അവസാനിക്കുന്നു. എന്തുകൊണ്ട് കുറച്ച് പേര്, നിങ്ങൾ മാത്രമല്ല നിങ്ങളെപ്പോലെ കുറച്ച് പേര് നിലനിന്ന് പോകുന്നതിന് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടായിരിക്കണം? ഞങ്ങളുടെ പേരൻസ് ആണെങ്കിലും മെയിൻ ആൾക്കാർ, എല്ലാത്തിനും ഒറ്റടി നല്ല രീതിയിൽ പോകണം. എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെ പിടിച്ചു നിർത്തും, തിരുത്താൻ. നമ്മൾ തിരുത്താണെങ്കിൽ നമ്മൾ ഓക്കെ സമ്മതിച്ചു കൊടുക്കും, കാരണം അവർ പറയുന്നതാണ് എല്ലാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു എന്ന് പറയുമ്പോൾ വേറെ പിള്ളേരെന്ന് പറയുന്ന ചില ആൾക്കാരെന്ന് പറയുന്നത് അവരൊന്നും അങ്ങനെ സമ്മതിച്ചു കൊടുക്കില്ല. ഞങ്ങളുടെ പേരൻസ് എന്ന് പറയുമ്പോൾ അത് ചെറുപ്പം മുതലേ ആ ഒരു ട്രെയിനിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളുടെ പേരൻസ് നൽകുന്ന ഉപദേശങ്ങൾ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ്, തിരുത്തലുകൾ അത് വേദനാജനകമാകാണോ അതോ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുന്നുണ്ടോ? സ്വാതന്ത്ര്യം ആദ്യമൊക്കെ നമുക്ക് ഇങ്ങനെ തരുമ്പോൾ നമുക്ക് ഒരു വിഷമം ഉള്ളിലുണ്ടാകും, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ ബാക്കിയുള്ള പിള്ളേരെ അടിച്ചു പൊളിച്ചെടുക്കേണ്ടല്ലോ എന്നൊരു ഇത് വരും. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്കത് കഴിഞ്ഞിട്ട് മനസ്സിലാവും ഓക്കെ ഇത് എൻ്റെ നല്ലതിനാണ്. പക്ഷേ ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു കോളേജിൽ എത്തി കഴിയുമ്പോൾ ബാക്കിയുള്ളവർ എനിക്ക് എന്നിൽ ഭയങ്കര ഡിഫറെൻറ്റാണ്. പക്ഷേ അപ്പോൾ വെച്ചേക്ക് മനസ്സിലാവും ഓക്കെ എൻ്റെ പാരൻസാണ് ഇങ്ങനെ കൊണ്ടുപോയതുകൊണ്ടാണ് എനിക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റുക, അല്ലെങ്കിൽ ഞാനായാലും ഇവരെ പോലെ വഴിതെറ്റി പോകേണ്ടതായിരുന്നു. ഇപ്പോൾ ക്രിസ്റ്റി പറയൂ, ക്രിസ്റ്റിക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഞാൻ അപ്പോൾ എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് പറയാം. +2 വരെ ഞങ്ങളുടെ സ്കൂളിൽ എല്ലാ വർഷവും ടൂറൊക്കെ പോകും.
ഞാൻ ഇതുവരെ പ്ലസ് ടു വരെ ടൂർ പോയിട്ടില്ല. പ്ലസ് ടുവിൽ ഞാൻ കയ്യും കാലൊക്കെ പിടിച്ചിട്ടാണ് എന്നെ ടൂറിക്കൊക്കെ വിട്ടത്. അപ്പോൾ ഞാൻ പണ്ടൊക്കെ കാലത്ത് ഞാൻ കരഞ്ഞ് ബഹളം വയ്ക്കും വീട്ടിൽ, ഡാഡി വിഡ് ഡാഡി എന്താ സമ്മതിക്കാത്തതെന്നൊക്കെ. അത്രയും പിന്നെ നമുക്ക് ആലോചിക്കുമ്പോൾ തോന്നും എന്നിട്ട് ഇപ്പോൾ ഒരു ടൂറല്ലേ 2 ദിവസമായിട്ട് പോയി വന്നു അങ്ങനെയൊക്കെ ആയി. അതന്നെ വീട്ടുകാർ ലൈക്ക് നമ്മളത്രയും ഇങ്ങനെ കംഫർട്ട് സോണിൽ പിടിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ നമ്മുടെ ലൈഫിൽ എന്തൊക്കെയോ ലൈക്ക് നമുക്കൊക്കെ ആരൊക്കെയോ ഉണ്ട് എന്നൊരു ഫീൽ എന്തൊക്കെയോ ചെയ്യാൻ കഴിയും അങ്ങനെ ഒരു തോട്ട് ഉണ്ട് മനസ്സിൽ. നിങ്ങൾ എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിലൊക്കെ വളർത്താനായിട്ട് നിങ്ങളുടെ പേരൻസിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ പല രീതിയിലും നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ട് അല്ലേ? ഇപ്പോൾ നമ്മളോട് ഇപ്പോൾ പേരൻസ് ആയാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉപദേശങ്ങൾ ഇഷ്ടപ്പെടാത്തവരാണ് യുവജനങ്ങൾ. അപ്പോൾ പേരൻസ് പറയുമ്പോൾ നിങ്ങളെ കൂടുതൽ ഉത്തേജിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവത്തിലേക്ക് അടുക്കാൻ വേണ്ടിയാണ് അവർ പറയുന്നത്. എങ്ങനെ നിങ്ങൾ ദൈവത്തിലേക്ക് അടുക്കണം എന്ന് ചോദിച്ചാൽ യുവജനങ്ങൾക്ക് എന്തും എക്സ്പീരിയൻസ് ചെയ്യാണ്ട് അവർ അത് വിശ്വസിക്കത്തില്ല അല്ലേ? അപ്പോൾ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കത്തില്ല അല്ലേ? അപ്പോൾ ആ ഒരു ദൈവിക അനുഭവം നിങ്ങൾ പങ്കുവയ്ക്കാമോ? ഇപ്പം ഞാൻ ഈശോയുടെ അടുത്തെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പേഴ്സണൽ പ്രെയർ വഴിയാണ്. എന്നുവെച്ചാൽ പേഴ്സണൽ പ്രെയർ വെച്ച് എനിക്ക് ഈശോൻ്റെ അടുത്ത് കൂടുതൽ ഈശോൻ്റെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റി. ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ മറ്റുള്ള ആൾക്കാർ ചെറിയൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവരോട് വെറുപ്പായിരിക്കും. നമുക്കൊരിക്കലും വെറുക്കാം വെച്ചാൽ ആളെ ക്ഷമിക്കാൻ ഒരിക്കലും പറ്റില്ല. ബട്ട് ഈ പേഴ്സണൽ പ്രെയർ എന്ന് പറയുമ്പോൾ അതിൽ ഓൾറെഡി പറയുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ള സ്നേഹിക്കണം, നമുക്ക് ഒരുപാട് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അവരെ സ്നേഹിക്കാൻ വേണ്ടി പഠിക്കണം, അവരോട് ക്ഷമിക്കണം, അതൊക്കെയാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഈശോനെ കൂടുതൽ സ്നേഹിക്കാൻ പറ്റി. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മുടെ കൂട്ടുകാർ ടീച്ചേഴ്സ് ആരൊക്കെ ആയാലും നമ്മൾ കുറേ വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ ക്ഷമിക്കാനായിട്ടുള്ളൊരു എന്ന് മുതലാണ് ഇപ്പോൾ പേഴ്സണൽ പ്രയർ അന്ന ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്? ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ആ ടൈമിൽ ഞാനൊരു ധ്യാനത്തിന് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ധ്യാനത്തിൽ വെച്ചിട്ട് അവിടെയാണ് പേഴ്സണൽ പ്രയർ. അനുഭവം പറയാമോ ആ സമയത്ത്? ഇപ്പം ഞാൻ കൂടുതൽ ഇപ്പോൾ ഈ പ്ലസ് വൺ എക്സാം കഴിഞ്ഞ ഡിസംബറിലാണ് ഞങ്ങൾ ഈ ധ്യാനത്തിന് പോണത്. അപ്പോൾ എന്ന് പറയുമ്പോൾ എനിക്ക് ഇത്തിരി മാർക്കൊക്കെ കുറവായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാനാണ് ഈശോയുടെ അടുത്ത് ഈശോ എനിക്ക് അങ്ങനെ പഠിക്കാമെന്ന് കഴിയില്ല, പക്ഷേ നീ എന്നെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് മാർക്ക് മേടിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ഈശോയിലാണ് എല്ലാം കൊടുക്കുക. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യണം, എന്നാലേ നമുക്ക് ഇതിൽ കിട്ടുള്ളൂ, മൊത്തം ഈശോയ്ക്ക് കൊടുത്താൽ കാര്യമില്ല. അപ്പോൾ ഈ എക്സാമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പേഴ്സണൽ പ്രയർ അപ്പോൾ അത് ധ്യാനം കഴിഞ്ഞ് വിട്ട് ഞാൻ എല്ലാ ദിവസവും ഈശോ രാവിലെ വെളുപ്പിന് 3 മണിക്ക് എണീറ്റിട്ട് ഞങ്ങൾ 1 മണിക്കൂറൊക്കെ ഇരിക്കും. ഞാനൊരു അനിയത്തിയുണ്ട്. അപ്പോൾ ഞങ്ങൾ കരഞ്ഞിട്ടൊക്കെ പ്രാർത്ഥിക്കുക. അപ്പോൾ ആ ഒരു സന്തോഷം വെച്ചാൽ അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ഈശോൻ്റെ ആ ഒരു സ്നേഹം മനസ്സിലാക്കാൻ പറ്റി. എന്നുവെച്ചാൽ എല്ലാ ദിവസവും പള്ളിയിൽ പോവും. അത് കഴിഞ്ഞിട്ട് ഈ പേഴ്സണൽ പ്രയർ കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ടൊക്കെ വരുമ്പോൾ ഭയങ്കര നല്ല മാർക്കായിരുന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എനിക്ക് ഇത്രയും മാർക്ക് കിട്ടാൻ, എന്നെ കൊണ്ട് ഇത്രയ്ക്ക് പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പേഴ്സണൽ പ്രയർ ഏത് വിഷയങ്ങളായിരുന്നു ഒത്തിരി ടഫായിട്ട് തോന്നിയിരുന്നത്? ഇപ്പോൾ കണക്കുകളൊക്കെ എനിക്കൊന്നും അങ്ങനെ അത്ര അതെ അത് ബട്ട് കണക്കെപ്പോഴും കണക്കാണ്. അപ്പം അതിൽ മലയാളം പാടാ അതൊന്ന് പറയാമോ? കാരണം ഇത് എനിക്കെടുത്ത് പറയേണ്ട ആവശ്യമുണ്ട്. അത് അപ്പോൾ എല്ലാവർക്കും പ്രേക്ഷകർക്ക് മനസ്സിലാണെങ്കിൽ തീർച്ചയായിട്ടും അത് പറയണം. കാരണം മലയാളം പഠിക്കാനായിട്ട് അന്ന എടുത്തിരിക്കുന്ന സ്ട്രഗിള് അത് ദൈവത്തിന് മുമ്പിൽ 10ാം ക്ലാസ്സിൽ എനിക്കാണെങ്കിൽ അത് ടീച്ചർ പഠിപ്പിച്ചാലും എനിക്ക് എല്ലാ അക്ഷരമൊക്കെ തെറ്റായിരിക്കും, എത്ര എഴുതിയാലും. എന്നിട്ട് എന്നെ സിസ്റ്ററാണ് എന്നെ പഠിപ്പിച്ചു തന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം വരെ എന്നെ ഇരുന്ന് എഴുതി പഠിപ്പിക്കും, ബോർഡിലൊക്കെ എഴുതി പഠിപ്പിക്കും. അങ്ങനെയാണ് അതിൽ എനിക്ക് മാർക്കൊക്കെ മേടിക്കാൻ പറ്റിയത്. അത്രയും ഒരു ടഫായിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് പേഴ്സണൽ പ്രയർ വഴി ഇപ്പോൾ കൂടുതൽ ഫസ്റ്റ് ഇയർ MSW ആയി എത്തി നിൽക്കുന്നു. അപ്പോൾ പേഴ്സണൽ പ്രയറാണ് കൂടുതൽ സഹായിച്ചിരിക്കുന്നത് അല്ലേ? പേഴ്സണൽ പ്രയറിലൂടെ വളരണ സമയത്ത് എങ്ങനെയാണ് റിലേഷൻഷിപ്പ്, ഈശോയുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് അല്ലേ? അപ്പോൾ ഈ റിലേഷൻഷിപ്പ് എത്രത്തോളമാണ് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ ദൈവാനുഭവം നമുക്ക് കിട്ടി, അതിങ്ങനെ മറ്റുള്ളവർക്ക് ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ പ്രയർ ചെയ്യുമ്പോൾ ഞാൻ അവർക്ക് അവരുടെ അടുത്ത് എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് ഞാൻ കൂടുതലുണ്ടായ കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെയാണ് ഞാൻ ഈശോനെ കുറിച്ച് ഞാൻ ഇങ്ങനെ ബൈബിളൊക്കെ വായിക്കും. അപ്പോൾ ബൈബിളിലെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആദ്യം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിനെ വെച്ചാൽ അവർക്ക് അത്ര വിശ്വസിക്കാൻ പറ്റില്ല. ഒന്ന് പോടിയാർന്നൊക്കെ നോടയാന്നൊക്കെ പറയാം. അല്ലെങ്കിൽ ഇങ്ങനെ ഞാനിപ്പോൾ ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ ഞാൻ അവർക്ക് വേണ്ടി കൊന്തെത്തിക്കും. അവർക്ക് വേണ്ടി കൊന്തെത്തിച്ചിട്ട് യശോയ എൻ്റെ ഈ കൂട്ടുകാരനുണ്ട്, അവരുടെ പേരെടുത്ത് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കും, അവനെ അനുഗ്രഹിച്ചോളൂ അല്ലെങ്കിൽ അവളെ അനുഗ്രഹിച്ചോളൂ. എന്നിട്ട് അവർക്ക് ഈശോ ഉള്ളിൽ വരാനായിട്ട് വേണ്ടി ഞാൻ അവർക്ക് പ്രാർത്ഥിക്കും. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരും, എടി ഇതിനെക്കുറിച്ച് പറഞ്ഞു തരുമെന്ന്. അപ്പോൾ ഞാൻ ഇപ്പം നമ്മളിപ്പോൾ എല്ലാവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആരും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഈശോ എന്ന് ആരും ഈ ഒരു ജനറേഷൻ അക്സെപ്റ്റ് ചെയ്യില്ല, അതങ്ങനെയാണ്. ബട്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഈശോ അവരുടെ കാര്യം ബാക്കി നോക്കിയോളൂ, നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നോളൂ. ഞാൻ അങ്ങനെ ചെയ്യാറ്. ഓക്കെ, അടുത്തത് ക്രിസ്റ്റിയോടുള്ള ചോദ്യമാണ്. ക്രിസ്റ്റിയെ ദൈവത്തിലേക്ക് അടുപ്പിച്ച് ഇപ്പം ജീസസ് യൂത്തായിട്ട് നിങ്ങൾ ജീസസ് യൂത്തുമായി രണ്ടുപേരും ബന്ധപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് അല്ലേ? അപ്പോൾ ക്രിസ്റ്റിയുടെ അനുഭവം പറയാമോ? എങ്ങനെയാണ് ഈശോനെ അറിയുന്നതും ഇപ്പോൾ യേശുവിനെ കൊടുക്കുന്നതും
എങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കണം ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ? എൻ്റെ കാര്യം എന്ന് വെച്ചാൽ എനിക്കങ്ങനെ ചെറുപ്പം തൊട്ടേ പള്ളിയിൽ പോവുക അതൊക്കെ ഒരു ബേസിക് ഇതായിരുന്നു. പക്ഷെ ഡാഡി ചെറുപ്പത്തിൽ എനിക്ക് പറഞ്ഞൊരു സംഭവമുണ്ട്, ലൈക്ക് എന്നെ നിർബന്ധിച്ച് പാട്ട് പാടാനൊക്കെ വിടും. എനിക്കതിന് താല്പര്യം സ്റ്റേജിൽ കയറി വെറുതെ ഒരു പഠിക്കുമ്പോൾ ഞാൻ ഇവള് പാടും എന്ന് പറഞ്ഞിട്ട് കയറ്റി വിടും. അപ്പം ഞാൻ ഡാഡി എന്നിട്ട് വെറുതെ അപ്പോൾ അമ്മ ഇപ്പം ഇങ്ങനെ സ്കൂളിലൊരു പരിപാടി വരുമ്പോൾ എൻ്റെ അടുത്ത് പാടാൻ പറയുന്നത് ഈശോയുടെ പാട്ടാണ്. ഞാൻ പറയും ഈശോയുടെ പാട്ടാണ്, നമുക്ക് സിനിമ പാട്ട് മതി. അപ്പോൾ ഞാൻ പറയും നമുക്ക് ഇന്ന പാട്ട് പറയാം. വേണ്ട, നീ ഇന്ന പാട്ട് മതി, ഈശോയുടെ ഈ പാട്ട് പാടിയാൽ മതി എന്ന് പറയും. ഞാൻ പോയി പാടും. എനിക്കപ്പം അറിഞ്ഞിരുന്നില്ല ഞാൻ എന്തിനാ ഈശോയുടെ പാട്ടൊക്കെ പോയി കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഈശോയുടെ പാട്ട് പാടിക്കും. അപ്പം ഞാൻ ഡാഡി കല്യാണമാണ് ഞാൻ ഈശോയുടെ പാട്ട് അല്ല നീ ആ ഈശോയുടെ പാട്ട് പാടിയാൽ മതി. പക്ഷെ ഇപ്പോൾ ഞാൻ പാട്ടൊരു അത്രയും കണക്റ്റഡാണ്. ഇപ്പോൾ കൊയറിൽ പാട്ടൊക്കെ പാടുമ്പോൾ എനിക്ക് കീബോർഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പതുക്കെ ഡാൻസ് കളിക്കും. ഡാൻസ് വെച്ചാൽ ആടുമെന്നെങ്കിൽ ആടും, മൈക്കിട്ടാട്ടും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി. ഇവർ ബാക്കിൽ നിന്ന് ഈ ചേച്ചിയുടെ ചേട്ടനൊക്കെ ഉണ്ട് എന്നെ ബാക്കിൽ നിന്ന് കളിയാക്കും. ആ ക്രിസ്റ്റി എന്താ അവിടെ ഡാൻസ് ആണോ? എനിക്കങ്ങനെ വരും. അപ്പം അതിങ്ങനെ മാറ്റാൻ പറ്റില്ല. ഞാൻ എനിക്ക് ആ പാട്ടിലൂടെ ലൈക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പോൾ അത് ലൈക്ക് ഞാനത് റിയലൈസ് ചെയ്തിരുന്നില്ല. ഞാനത് ഈ കൊയറിൽ പോയി തുടങ്ങിയപ്പോൾ റിയലൈസ് ചെയ്തത്. ഇവരിങ്ങനെ ചോദിക്കും നീ എന്താ ഡാൻസ് കളിക്കും? അപ്പോൾ ഞാൻ വീട്ടിൽ കൂടെ ആയിരിക്കും ഞാൻ എന്തിനാ ഇവിടെ ഡാൻസ് കളിക്കുന്നത്. അതും അവിടെ ലൈക്ക് ഇരിക്കുന്നുണ്ടാവുമല്ലോ, പള്ളിയിൽ ഇരിക്കുന്നുണ്ടാവുമല്ലോ. അവരിൽ ടീച്ചറൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്താ ക്രിസ്റ്റി ഫുൾ എൻജോയിങ് ആണല്ലോ, ബാക്കി എല്ലാവരും ഇങ്ങനെ ചത്തട്ട് പാടുമ്പോൾ ക്രിസ്റ്റി അവിടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് പാട്ടിലൂടെ ഞാൻ വല്ലാണ്ട് കണക്ട് ചെയ്യേണ്ട ഈശോയായിട്ട്. അപ്പോൾ എനിക്കിപ്പോൾ ആരാധനയ്ക്ക് ഇരുന്നാലും അവരൊരു പാട്ട് പാടുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ വേറെ പാട്ട് വരും. അപ്പോൾ ഞാൻ തന്നിരുന്ന് പാടും, തന്നെ പതുക്കെ പാടും. അങ്ങനെ അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ പേഴ്സണൽ പ്രയറിൽ കൂടെ ഈശോയുമായി അടുക്കുമ്പോൾ മറ്റൊരാൾ പാട്ടിൽ കൂടെ ഈശോയെ പ്രകീർത്തിച്ചുകൊണ്ട് അടുക്കുന്നു. ഇതെങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? പേഴ്സണൽ റിലേഷൻഷിപ്പ് വഴി തന്നെ, കമ്മ്യൂണിക്കേഷൻ വഴി തന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ സ്പ്രെഡ് ചെയ്യാനായിട്ട്? എൻ്റെ ആ പാട്ടിനോടൊരു താല്പര്യം കണ്ട് പാട്ട് പഠിച്ച പിള്ളേരെ എനിക്കറിയാം. പാട്ട് കുറേ ലൈക്ക് പതുക്കെ പാട്ട് പാടുന്നവർ, പിന്നെ അത് ഉറക്കനെ ലൈക്ക് ഭയങ്കരമായിട്ട് സൗണ്ടിൽ പാട്ട് പാടുന്നവർ എനിക്കറിയാം. അത് കേട്ട് ബാക്കിയുള്ളവരും പാടുന്നു, അങ്ങനത്തെ ഒരു ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ഒരു എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അവർ ആദ്യം എന്നെ കളിയാക്കി നടന്നവരൊക്കെ ഇപ്പോൾ എന്നെ പോലെ പാട്ട് പാടി നടക്കണം. അവർക്ക് മനസ്സിലായി തുടങ്ങി ഈശോനെ പറ്റി ലൈക്ക് അത്രയും മനസ്സിലാക്കാൻ പറ്റി. പിന്നെ ഞങ്ങളുടെ പള്ളിയിൽ ജീസസ് യൂത്ത് ചേച്ചി പറഞ്ഞു ഞങ്ങളുടെ കോർഡിനേറ്റർ. അതെ ഞങ്ങളിപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഈസ്റ്ററൊക്കെ വരാണല്ലോ. അപ്പം ഞാനാണെങ്കിൽ ബൈബിൾ വായിക്കുമ്പോൾ ഞാൻ ഓരോ ഗ്യാതറിങ് വരുമ്പോൾ പിള്ളേർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കും. പിള്ളേർ എങ്ങനെയാണ് കഥകൾ, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ എനിക്കാണെങ്കിൽ പേഴ്സണൽ പ്രയർ കഴിഞ്ഞാലാണ് ഈ പേഴ്സണൽ പ്രയർ ചെയ്താലാണ് എനിക്ക് ഇവരുടെ ഈശോനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ആവും. അപ്പോൾ ഞാൻ മര്യാദയ്ക്ക് പ്രാർത്ഥിക്കണം, എന്നാലാണ് എനിക്ക് അവരുടെ അടുത്ത് പോകുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈശോൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഈശോയെ ഇന്ന് ഇവരുടെ അടുത്ത് എന്തിട്ട് പറയുന്നത് പറയുമ്പോൾ ബൈബിളൊക്കെ തുറക്കുമ്പോൾ എനിക്ക് ഒരു ഭാഗം പറഞ്ഞു തരും. അപ്പോൾ അതിൻ്റെ അർത്ഥം പറഞ്ഞു തരുമ്പോഴാണ് ഞാൻ ഇവരുടെ അടുത്ത് ചെന്നിട്ട് അത് പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇവർക്ക് വെളിപാട് അതിൻ്റെ കുറേ കഥകളൊക്കെ ഇവർ പറഞ്ഞു കൊടുക്കും. പിന്നെ ഞങ്ങൾ അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ ഒരു ഈസ്റ്റർ ആയപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസം പിള്ളേരോട് പള്ളിയിൽ വരാൻ പറയും. അതുപോലെ ഞങ്ങൾ എല്ലാ ദിവസം മാതാവിൻ്റെ അടുത്ത് കൊണ്ടെത്തിക്കും. ആ ഒരു നേരം കുർബാന കഴിഞ്ഞപ്പോൾ ശരിക്കും ആൾക്കാരും ഞെട്ടെ ഈ പിള്ളേർ എന്തിട്ടാ എല്ലാ ദിവസവും മുടങ്ങാണ്ട് അവരൊന്ന് നോക്കും ഇതെന്താ അവിടെ ചെയ്യുന്നത് ഇങ്ങനെ നോക്കും. അപ്പം ഞങ്ങൾ കൊണ്ടെത്തിക്കണം. അപ്പോൾ അവർ ഓക്കെ എന്നിട്ടൊരു പിന്നെ ഞങ്ങളിലുള്ളത് കൂടുതൽ ആൾക്കാർ കുഞ്ഞു പിള്ളേരുകളാണ്. അപ്പോൾ അവരിൽ ഈശോർ വരാന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സന്തോഷം. അവർ ഞങ്ങളുടെ ഫ്രണ്ടിൽ മുട്ടുത്തിരുന്നിട്ട് അവരും കൊണ്ടെത്തിക്കാൻ ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കും. അങ്ങനെ അപ്പോൾ യുവജനങ്ങൾ ദൈവത്തിലേക്ക് കൊച്ചുമക്കളെ അടുപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇതിനോടൊപ്പം തന്നെ അല്ലേ? നിങ്ങളുടെ മാതാപിതാക്കൾ എങ്ങനെയാണ്? പള്ളിയോട് നിങ്ങൾ ചേർന്ന് നിൽക്കുന്നതിൽ താല്പര്യമുള്ളവരാണോ? 100%. എൻ്റെ ഫാമിലി മൊത്തം ജീസസ് യൂത്തുള്ള ആൾക്കാരാണ്. പിന്നെ എൻ്റെ പപ്പയായാലും അതെ നല്ല ആക്റ്റീവായിട്ടാണ്. ഈശോ എന്നുവെച്ചാൽ പപ്പ പറയുന്നത് ഈശോ ആണ് മെയിൻ. അത് കഴിഞ്ഞിട്ട് നിൻ്റെ പഠിപ്പായാലും ജോലി എന്തായാലും ഈശോ കഴിഞ്ഞിട്ട് മതി എല്ലാ കാര്യങ്ങളും, അങ്ങനെയാണ് പപ്പ പറയുന്നത്. അപ്പോൾ നിങ്ങൾ സന്തോഷത്തിലാണ്. നിങ്ങളുടെ മാതാപിതാക്കൾ ഈശോയിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്നതിൽ നിങ്ങൾ അവരോട് നന്ദിയുള്ളവരാണ് അല്ലേ? അതെ.